ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ രണ്ടുപേരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. MS സൊല്യൂഷനിലെ അധ്യാപകരായ മലപ്പുറം, കോഴിക്കോട് സ്വദേശികളാണ് അറസ്റ്റിലായത്. തമിഴ്നാട്ടിലും കർണാടകയിലുമായി ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതികളെ ഇന്ന് താമരശ്ശേരി വാവാട് വെച്ച് പിടികൂടുകയായിരുന്നു. വൈകിട്ടോടെ ഈ പ്രതികളെ റിമാൻഡ് ചെയ്തു. ക്രൈംബ്രാഞ്ച് ഒന്നാം പ്രതിയായി ചേർത്തിരിക്കുന്നത് MS സൊല്യൂഷൻ CEO ഷുഹൈബിനെയാണ്. രണ്ടാം പ്രതി മലപ്പുറം സ്വദേശി ഫഹദും മൂന്നാം പ്രതി കോഴിക്കോട് സ്വദേശി വിഷ്ണുവുമാണ് അറസ്റ്റിലായത്. MS സൊല്യൂഷൻ യൂട്യൂബ് ചാനലിൽ ഫഹദ് ഇംഗ്ലീഷും ജിഷ്ണു മാത്സുമാണ് പഠിപ്പിച്ചിരുന്നത്. ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി എത്തിയ ഷുഹൈബിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ക്ലാസ് എടുത്തതെന്ന് പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ പ്രതികൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. ഒളിവിലായിരുന്ന ഇരുവരെയും താമരശ്ശേരി വാവാട് വെച്ചാണ് പിടികൂടിയത്. തുടക്കം മുതൽ തന്നെ ഇവർ ഫോണും നമ്മൾ സാധാരണ ഇൻ്റലിജൻസും അതുപോലെ തന്നെ നമ്മുടെ ടെക്നിക്കൽ ഇൻ്റലിജൻസും ഉപയോഗിച്ചിട്ട് ഇവർ എവിടേക്കാണ് താമസിക്കുന്നുള്ള കണ്ടെത്താനുള്ള ശ്രമം നടത്തിയിരുന്നു. അപ്പോൾ ചെറിയൊരു ഇടയ്ക്ക് കിട്ടിയ ഗ്യാപ്പിൽ ഇവർ മാറി മാറി താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ കേരളത്തിന് പുറത്തും തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ പല സ്ഥലങ്ങളിലായി താമസിച്ചിട്ടുണ്ട്. അവസാനം ആണ് നമുക്ക് കേരളത്തിലെത്തിയത് മനസ്സിലാകാതെ ഇവിടെ എത്തിയെന്ന് ചോദിച്ച വിവരം കിട്ടുകയും അവർ പിന്നെ ഫോളോ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായത്. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. വഞ്ചന, സംഘടിത ഗൂഢാലോചന ഉൾപ്പെടെ 7 വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോഴിക്കോട് ജില്ലാ കോടതി തള്ളിയതോടെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതി ഷുഹൈബിന്റെ അറസ്റ്റ് തടയുകയും ചെയ്തു. എന്നാൽ പരീക്ഷയ്ക്ക് വന്ന സമാന ചോദ്യങ്ങൾ എവിടെ നിന്ന് ചോർന്നു കിട്ടിയെന്നറിയണമെങ്കിൽ ഷുഹൈബിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടി വരും. ഒളിവിലായിരുന്ന പ്രതികൾ ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ ഫോണും സിം കാർഡും മാറ്റിയത് അന്വേഷണ സംഘത്തിന് ഇവരെ കണ്ടെത്തുന്നതിൽ വെല്ലുവിളിയായി. തമിഴ്നാട്ടിലും കർണാടകയിലുമായിരുന്നു പ്രതികൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് MS സൊല്യൂഷൻ യൂട്യൂബ് ചാനലിലൂടെ വിദ്യാർത്ഥികൾക്ക് ചോർത്തി നൽകിയത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.